ടീം എല്ലാവർക്കും നമസ്കാരം. കാണുമ്പോൾ തന്നെ അറിയാമല്ല, ഒരു പള്ളി പെരുന്നാൾ കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പോണേ. ഒരു പഴയകാല ഓർമ്മകൾ അല്ലേ അമ്മച്ചി? ആ പഴയകാല ഓർമ്മകൾ എന്തൊക്കെയാണ് മേടിച്ചേക്കണത്? മുറം തച്ചുവായി ഇപ്പം കാണാൻ വേണ്ടി കിട്ടാൻ കഴിയില്ല. കൊട്ട ഇതിപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. വീട്ടിലേക്ക് പോണേണ് പണ്ട് കാലത്ത് ഈ പള്ളിമറ്റത്ത് നാടകം ഉണ്ടാവേ. അപ്പം ഈ പായം കൈപ്പിടിച്ചുണ്ടാവും പോണ ആളുക നമ്മ കൊണ്ടുപോയില്ല കേട്ടോ. നാടകം കാണാൻ വേണ്ടി നാടകം വേണം പായ. എന്നിട്ട് ആ പായ വീഴ്ത്തിയിട്ട് വെച്ചും വിറകടങ്ങളൊക്കെ അവിടെ ഇരുത്തും. അമ്മമാർ തലയിൽ തുണിയുണ്ടാവും, അതെടുത്ത് പിരിച്ചിട്ട് വെച്ച് കണ്ടു കൊടുത്തിരുന്നു. അപ്പൊ നമുക്കൊന്ന് പായ ഒന്ന് വിരിച്ചിട്ടാലോ? അതെ, അവള് വിരിച്ചിടല്ല. അമ്മച്ചി അവിടെ കയറിക്കോ അമ്മച്ചി, സിറ്റ് ഔട്ടില് വിരിച്ചിടട്ടെ. ചെറിയ പായല്ലേ അമ്മച്ചി ഇത്? ആ പായ ഒരാൾക്കിടക്കാൻ നീളമില്ല. ഇരുന്നോ അമ്മച്ചി? അടുക്കില് അമ്മച്ചി അവിടെ ഇരുന്നോ? ഞാൻ പൊരിയൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് എല്ലാവർക്കും സംസാരിക്കാട്ടാ. അതിനോട് വരാൻ പറയുന്നത് കൊച്ചമ്മനോട്. പണ്ട് കാലത്ത് ഈ പായ മേടിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? 10-12 പായ മേടിക്കും. നമുക്ക് മരണപ്പണ്ട് കൂടുകയും അപ്പോൾ ആ പായ ആ മരണപ്പണ്ട് കൂടി കിട്ടുന്ന കാശിന് അതും പായ മേടിക്കും. ഒരു പായക്ക് 10 രൂപ. അന്ന് 10 രൂപയാണ്. 400 രൂപയാണല്ലേ ഈ പായൊക്കെ നമ്മ മേടിച്ചത്. ഇപ്പം പണ്ടത്തെ പായല്ല, പായക്ക് ഭയങ്കര വിലയാണ്. പണ്ട് 100 രൂപക്ക് 10 പായ കിട്ടും. ഇപ്പം അങ്ങനെ കിട്ടില്ല. ഇപ്പോഴും 400 രൂപ തന്നെ. 400 രൂപക്കാണ്ട് ഈ പായ മേടിച്ചത്. കൊട്ടയൊക്കെ വില വെച്ചെടുത്താണ്. പണ്ടൊക്കെ ഈ ചെറിയ പായൊന്നുമല്ല, ചുക്കുപായ എന്നും പറഞ്ഞൊരു പായ ഉണ്ടായി. വലുതാണ്, നല്ല ഒരു ഹോള് നിറയെ കിടക്കും. അതിലെല്ലാവരും കൂടി ഇത് ഇപ്പം നമ്മൾ 3 പേരല്ലേ ഉള്ളതിൻ്റെ 4 പേരേ ഉള്ളു. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ പെരുന്നാളും കഴിഞ്ഞ് വരുമ്പോൾ ഒരു 10-18 പേരുണ്ടാവും. ആ ചുക്കുവായ മേലെ അങ്ങോട്ട് ഇരുന്നാൽ ആ ചുക്കുവായ തികയില്ല. എന്നിട്ട് ഇതെല്ലാം കൂടി പൊട്ടിച്ച് കളർ മുട്ടായും എല്ലാം കൂടി മേടിച്ചിട്ട് പൊട്ടിച്ച് എല്ലാവരും കൂടി കഴിക്കുമ്പോഴുള്ള ആ സന്തോഷമില്ലേ, അത് ഭയങ്കര സന്തോഷമാണ്. ഈ വീഡിയോ ഇടാൻ തന്നെ കാരണം വെച്ചിട്ടുണ്ടെങ്കിലേ, നമ്മള് ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേർക്ക് ഈ പായ എന്താണെന്ന് അറിയാൻ പോലെ. അപ്പൊ നമ്മൾക്ക് ജനിച്ചു വന്നപ്പോഴൊക്കെ ഈ പായയിൽ കിടന്ന് ഉറങ്ങി. പണ്ട് ഏറ്റവും കൂടുതൽ കളിയാക്കുന്നത് പായിട്ടുമുള്ളി എന്ന് പറഞ്ഞാൽ കളിയാക്കും. റോഷനെ പായിട്ടുമുള്ളി എന്ന് പറയാറില്ല. പായിട്ടുമുള്ളി കുഞ്ഞു ചെറുപ്പത്തിലാണ് തുടങ്ങണത് പായിട്ടുമുള്ളി എന്ന്. പായ എന്താണെന്ന് ഇപ്പൊ ആൾക്കാർക്ക് അറിയാൻ പോലെ. പണ്ടെന്ന് പറയുമ്പോ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ചാണാൻ മെഴുകിയ തിണ്ണയില് ചാണാൻ മെഴുകും. നല്ല പച്ചപ്പായിരിക്കും, റാറാ പോലെ വലിച്ചു വെക്കും. ഒന്ന് മുറ്റം കൊണ്ട് അടിക്കാനിട്ട് സന്ധ്യ മുറ്റം അടിക്കണേ, രാവിലത്തെ മുറ്റം അടിക്കണം. സന്ധ്യ മുറ്റം അടിച്ചില്ലെങ്കിൽ വീട്ടുകാരൻ നമ്മുടെ അപ്പച്ച വരുമ്പോൾ പിണങ്ങി നമ്മൾ മുറ്റം അടിച്ചില്ലേ. അപ്പം നേരത്തെ അടിച്ചിട്ടൊക്കെ ശരിക്കും റാവ് കാണണം, അല്ലെങ്കിൽ പിണങ്ങും. റാവ് പോലെ കാണും. നല്ല ചവറ് പോവോളെന്ന് പറയും. പിന്നെ ഈ കൊട്ടയും ഈ മുറൊക്കെ വെച്ചിട്ട് ഇതിലും ചാണാൻ മെഴുകുമല്ലേ? മുറത്തിന്റെ ബാക്കിൽ ചാണാൻ മെഴുകും, എന്നാലേ നീണ്ടു നിൽക്കുള്ളൂ. ചട്ടി മേടിച്ച് മഴക്കിയെടുക്കും, കരിച്ച് മഴക്കിയെടുക്കും. ചട്ടി മേടിച്ച് ഒന്നെങ്കിൽ അടപ്പിട്ട് കത്തിക്കുക, അല്ലെങ്കിൽ ചവറൊക്കെ. അന്ന് ഇഷ്ടംപോലെ ചവറുണ്ടാവും. കരിത്തിയല ചവറ്, പിന്നെ പ്ലാവല. ഇത് തച്ചുപായ. തച്ചുപായ പണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മള് പള്ളിപ്പറമ്പിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മേടിക്കുന്നത്. പള്ളിയിൽ പോണത് ഏറ്റവും ഞായറാഴ്ച ദിവസം പെരുന്നാളാണെങ്കിൽ പെരുന്നാൾ കഴിഞ്ഞ് നമ്മള് പെരുന്നാളൊക്കെ അങ്ങനെ തീരാണ ടൈമാകുമ്പോൾ പായ മേടിക്കാൻ വേണ്ടി പോണത് അല്ലേ? എല്ലാരും കൂടി പായ, ചട്ടി, ചിരട്ടക്കയില്. അന്നത്തെ കാലത്ത് ഭയങ്കര വെയിലും കൊള്ളണം. ആ പായൊക്കെ അവര് ഒരു അന്നത്തെ കാലത്ത് 30 രൂപ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 10 രൂപ പറയുമല്ലേ? എന്നാലും 20 രൂപ തരും. 20 രൂപ. അത് കഴിഞ്ഞിട്ട് പായ മേടിക്കണോടൊപ്പം തന്നെ പൊരിയും കുറെ മിഠായി. നമ്മളിപ്പോ അധികം സാധനങ്ങളൊന്നും പലതരം മിഠായി ഉണ്ട്, കളർ മിഠായി. നമ്മുടെ ഫാമിലിയിൽ പായ മേടിക്കണതിന് കൊള്ള അവിടെ നിന്നാണ് ചുമന്നിട്ട് വരണം. പള്ളിപ്പെടുത്തി പോയി ഇന്ന് ചുമക്കല്ല എല്ലാവരും കാറോ ഓട്ടോയോ അങ്ങനെയൊക്കെ കയറി വരണം. ഇന്ന് ഇങ്ങനത്തെ പായ മേടിക്കണല്ലോ എല്ലാവരും. ഇത് പണ്ടൊക്കെ ഈ പായ തച്ചുപായം ചുക്കുപായം എല്ലാവരുടെ വീട്ടിലുണ്ട്. തച്ചുപായം ചുക്കുപായം മെച്ചപ്പ മണവാളന്മാർക്ക് കിടക്കാൻ കൊടുക്കുന്നത്. ഇന്നത്തെ ബെഡുള്ളവരെ അന്നത്തെ കാലത്ത് കൊടുക്കുന്ന ബെഡ് മെത്തപ്പായ എന്ന് പറയും. അത് നല്ല പോലെ തടിച്ച് നല്ല സ്പോഞ്ച് പോലെ ഇരിക്കും. ബെഡ് പോലെ തന്നെ ഇരിക്കും. എത്ര പായ മേടിച്ചാലും പുതിയ പായ എടുത്ത് മാറ്റി വെക്കും. മാറ്റി വെച്ചിട്ട് ആ പായ തരൂല. അവസാനം ദ്രവിച്ചു വിരുന്നാര് വരുമ്പോ കിടക്കാളെന്ന് പറഞ്ഞത് മാറ്റി വെക്കും. അവസാനം ഈ പായ ദ്രവിച്ചു പോയാലും ഞങ്ങൾക്ക് കിട്ടൂല. ഞങ്ങൾക്ക് എപ്പോഴും കീറിയ പായ.
അതുപോലെ തന്നെ ചിക്കുവായ ചെറുത്ത് മോളി കെട്ടിവെക്കും. അതിനകത്ത് 4-5 ഉണ്ടായല്ലേ കൊലഞ്ചും കയറ്റി വെക്കും. എന്താണ് എലി വരാതിരിക്കാം. ചെറിയ പിള്ളേരില്ല, നമ്മുടെ ചെറിയ പിള്ളേർ ജനിച്ച് കഴിയുമ്പോ പിള്ളേര് ഇങ്ങനെ തടുക്ക് നടക്കണവരെ നമ്മൾ ഈ പായിട്ട് മുള്ളും. അതിന്റെ രാവിലെ ഇത് കഴുകി വെയിലത്തോണ്ട് ഇടും. മുള്ളല് മാത്രമല്ല അല്ലേ, എല്ലാം ഉണ്ടാവില്ല. പിന്നെ പ്രാർത്ഥനയെല്ലാം മുട്ടയമ്മ നിൽക്കാൻ വേണ്ടിയിട്ട് ചെറിയ തടുക്കണ്ട അരിയിലൊക്കെ ചുവപ്പ് തായെല്ലാം ഉണ്ടാവും. അതിനെ കയറ്റുപോയ തച്ചു എന്താ തടുക്കെന്ന് പറയുക അതിനെ. പഴയകാല ഓർമ്മകളുണ്ട് നമുക്ക് പായയും കൊട്ടയും ഇതൊക്കെ ആയിട്ട് പറയാൻ. എന്താണ് ആ തടുക്കുമ്പോഴാണ് ഓരോരുത്തർക്ക് ഓരോ തടുക്കുണ്ടാവും. പ്രാർത്ഥന കഴിയുമ്പോൾ ആ തടുക്ക് ഓരോരുത്തർ കൊണ്ട് വെക്കണം. എന്നിട്ട് പ്രാർത്ഥനയ്ക്ക് സമയത്ത് പോയി എടുത്തിട്ടുള്ളൂ. അത് മീതൊക്കെ കയറ്റി വെച്ചോളണം. പിന്നെ അന്നത്തെ കാലത്ത് കൂടി കഴിക്കാണ്ട് കൊരണ്ടിപ്പല എന്നൊരു സാധനമുണ്ട് ചെറുത്. കൊരണ്ടിപ്പല എന്ന് പറഞ്ഞാൽ ആ പലയായിട്ട് വേണം കഞ്ഞി കുടിക്കാതിരിക്കാൻ. കാലത്ത് വൈകുന്നേരമൊക്കെ കഞ്ഞിയായിരിക്കും മിക്കപ്പോഴും. കാലത്ത് കഞ്ഞിയാണ്. അങ്ങനെ വേറെ സ്പൂൺ കൊണ്ടിരുമ്പില്ല. അതുകൊണ്ട് ഈ പല മരുന്ന് വാരിക്കോരി കൊടുക്കുക. അതും ഓരോരുത്തരും മീതൊക്കെ കയറ്റി വെക്കണം. പിന്നെ ഒരു കാര്യമുണ്ട്, ഇപ്പോഴത്തെ ജനറേഷനിൽ ഈ പായനെ കുറിച്ച് അറിയാൻ പറ്റാന്നെങ്കിലും ഇപ്പൊ പായ നെയ്യുന്ന ആൾക്കാരും കൊട്ട നെയ്യുന്ന ആൾക്കാരും മുറം നെയ്യുന്ന ആൾക്കാരൊക്കെ ഭയങ്കര കുറവാണ്. ഇത് കയ്യിലാണ് നെയ്യുന്നത്. കൈ കൊണ്ട് കുറെ സമയം നെയ്ത് കഴിയുമ്പോഴാണ് ഇത് ഈറ്റെടുത്തിട്ട് ഇങ്ങനെ അതാദ്യം ഇതാക്കി. ഒരുപാട് പണിയുണ്ട് ഇതിൽ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിലപേശി എടുക്കാൻ നേരത്ത് നമുക്ക് സുഖമാണ്. പക്ഷെ അവരുടെ ഒരു ബുദ്ധിമുട്ട് പണിയും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഈ വില കൊടുക്കണം. ശരിക്കും ഒരു അമ്മൂമ്മമാരൊക്കെയാണ് ഇപ്പൊ തന്നെ ആ ഒരു ജനറേഷൻ പോയി. പായൊക്കെ നെയ്യുന്ന ആൾക്കാർ, പുതിയ പിള്ളേര് അവരുടെ പായ നെയ്യുന്ന അല്ലെങ്കിൽ ഈ മറ്റേ മുറം നെയ്യുന്ന കൊട്ട നെയ്യുന്ന ആൾക്കാരുടെയൊക്കെ മക്കളൊന്നും ഇപ്പൊ അത് പഠിക്കുന്നില്ല. ഇപ്പൊ ആകെയുള്ളത് പിന്നെ പഴയ കുറച്ച് ആൾക്കാരുണ്ട് പായൊക്കെ നെയ്യുന്ന. അപ്പൊ അവരാണ് ഇപ്പൊ പായ നെയ്യുന്നത്. ഒട്ടും കാശ് കിട്ടാൻ വഴിയില്ലാത്ത ആൾക്കാരാണ് ഇപ്പൊ ഈ പായ നെയ്യണതും കൊട്ട ചെയ്യണത്. നമ്മൾ ചെന്നപ്പോ അവര് പറഞ്ഞില്ലേ പുതിയ തലമുറയിൽ ഇത് ചെയ്യാനില്ല, ഇനി കിട്ടാൻ ഭയങ്കര പാടാണ്. ഇത് അന്യം നിന്ന് പോണ ഒരു തൊഴിലാണ് ഇപ്പൊ പായ എന്നൊക്കെ പറയുമ്പോ. ഇത് ഞങ്ങൾക്ക് വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി മേടിച്ചില്ല. അപ്പൊ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി മേടിച്ചതാണ്. അത് അമ്മച്ചിക്ക് ഇത് ഉപയോഗിക്കും, അല്ലെ അമ്മച്ചിക്ക് പ്രാർത്ഥനയിലും വേണമെങ്കിൽ ഇതിടാം. പ്രാർത്ഥനയിലും പിന്നെ എന്താ പറയാനുള്ളത്, ഒരുപാട് പേര് കാണുന്നുണ്ട് ഇത് പരിപാടി. ഒരുപാട് ആൾക്കാർ കാണുക, ഈ പായ മേടിച്ച് മക്കളെ പരിചയപ്പെടുത്തുക. അവർക്ക് ഇത് കാണുമ്പോൾ ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ ഇന്ന മാതിരി പായാണ്, ഇന്ന ഈറ്റ കൊണ്ട് പൊളിച്ചെടുക്കുന്ന പായ എന്നൊക്കെ പറയണം. ഇതാണ് ഏറ്റവും ടേസ്റ്റുള്ള സാധനം. അതിത് എല്ലാവരും വാങ്ങിച്ചു നിന്ന് കഴിച്ചു നോക്കട്ടെ. നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്നത്. എനിക്കും വളരെ ഇഷ്ടമായി. ഇത് അന്വേഷിച്ചിട്ട് കിട്ടാൻ പണ്ട് പെരുന്നാളിന് പോകുമ്പോ കോർമയെന്ന് പറഞ്ഞ് ഒരു സാധനമുണ്ട്. ഇങ്ങനെ പെരുന്നാളിന്റെ കാര്യം ഓർക്കാൻ നേരത്ത് പണ്ടെന്ന് പറയുമ്പോ ഞങ്ങളുടെ ഇടവപ്പള്ളി മുണ്ടമ്പലിപ്പള്ളിയാണ്. അപ്പൊ ചേക്കോസ്ലിയുടെ പെരുന്നാളാണ്, പുണ്യാളിയുടെ പെരുന്നാളെന്ന് പറയും. അപ്പൊ ഞങ്ങള് ചെറുപ്പത്തിലേക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാരും ഞങ്ങളുടെ വീട്ടിൽ വരും. ഇവിടുന്ന് കെട്ടിച്ചു വിട്ട ആൾക്കാർ, അമ്മച്ചിയുടെ ആൾക്കാർ, അപ്പച്ചൻ്റെ ആൾക്കാർ. ഒന്ന് പറഞ്ഞു കൊടുത്ത കഥയൊക്കെ, വലിയപ്പച്ചൻ്റെ കഥയൊക്കെ എല്ലാരും കൂടി വന്നിട്ടൊരു ആഘോഷമാണ്. എന്നാ ഒരു 2-3 ദിവസം ഉണ്ടാവും എല്ലാരും കൂടി, കുട്ടികളും മുതിർന്ന ആൾക്കാരും എല്ലാം കൂടി. ഡിസംബർ 30-ാം തീയതിയാണ് പെരുന്നാൾ. അപ്പൊ ഞങ്ങള് ഡിസംബർ 30-ാം തീയതി ആവാൻ വേണ്ടി ഇങ്ങനെ കാത്തിക്കും. വലിയപ്പച്ചനും വലിയമ്മച്ചും പിന്നെ നമ്മുടെ ജോഷിയും അവര് എല്ലാരും വരാനായിട്ട്. അവര് നോക്കാൻ 30-ാം തീയതി ഉച്ചവരെ നോക്കാൻ നമുക്ക് കാണൂല. റോട്ടിലൊക്കെ പോയി നോക്കുന്നത് ഒരു വഞ്ഞണ്ടാണ്. വയറ്റിലാണ് അവര് താമസിക്കണേ. അപ്പൊ ആ സമയത്ത് അപ്പൊ ഇവര് വന്നാലേ നമുക്ക് സന്തോഷമുള്ളൂ. അതിനെ എന്താ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയപ്പച്ച എന്തെങ്കിലും കളിപ്പാട്ടം മേടിച്ചു കളിപ്പാട്ടം, ചെണ്ട, അതെല്ലാം മേടിച്ചു തരും. ഞങ്ങളുടെ വീട് കടപ്പുറത്തിന്റെ ഒരു 1/2 കിലോമീറ്റർ വ്യത്യാസമുണ്ടെങ്കിൽ ഞാൻ കടപ്പുറത്ത് പോകാറില്ല. വലിയപ്പച്ചൻ വരുമ്പോ പെരുന്നാളിനാണ് കടപ്പുറത്ത് കൊണ്ടുപോകുന്നത്. എല്ലാരെയും കൈ പിടിച്ച് കോർത്ത് പിടിച്ചൊരു പോക്കുണ്ട് കടപ്പുറത്തായിട്ട്. തിരയിലിറങ്ങും. വേറെ ആരും ഞങ്ങൾ കൊണ്ട് തിരയിൽ ഇറങ്ങാൻ പറ്റില്ല. വലിയപ്പച്ചനെ കൂടി പോകുമ്പോ തിരയിലെ കാല് നനക്കാനായിട്ട് അനുവദിക്കും. ഒരു 2-3 പ്രാവശ്യം ഇറങ്ങാനായിട്ട് അനുവദിക്കും. അതാണ് ഏറ്റവും വലിയ ഭയങ്കര ഒരു സന്തോഷമാണ്. ആ തിരയിൽ ഇറങ്ങിയിട്ട് കാലൊന്ന് നനക്കാന്ന് പറയുമ്പോ. അല്ലെങ്കിൽ സമ്മതിക്കൂല, ഇറങ്ങണ്ടെന്ന് പറയും. അപ്പൊ ലോകത്തുള്ള എല്ലാവരും കണ്ടിട്ടിരിക്കുന്നത്. അപ്പൊ മുണ്ടമ്പയിലെ പെരുന്നാളിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റും. കൊച്ചിയാണ് മുണ്ടമ്പലി, എറണാകുളത്ത് എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പൊ കൊച്ചിയിൽ മുണ്ടമ്പയില് 30-ാം തീയതി ഡിസംബർ 30-ാം തീയതി ആക്കോസ്ലിയുടെ പെരുന്നാളാണ്. അപ്പൊ കൂടാത്ത ആൾക്കാർ ഒരു പ്രാവശ്യം വന്ന് കൂടി നോക്കുക. ഒരു പ്രാവശ്യം വന്ന് അന്ന് നേർച്ച കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ വർഷവും വരും. ഭയങ്കര അതിശയമുള്ള പുണ്യാളനാണ്. പുണ്യാളിനെ കുറിച്ചൊന്ന് പറഞ്ഞാൽ മതി. എന്താ പുണ്യാളിനെ പറ്റി പറഞ്ഞ തീരിയല്ല. എവിടെ നാട്ടുസൂക്കൻ ഉണ്ടെങ്കിലും പുണ്യാളൻ അവിടെ എത്തും. ചിക്കൻ ബോക്സ് ഉണ്ടെങ്കിൽ. കൂടാതെ എൻ്റെ അപ്പച്ചൻ്റെ അനിയൻ്റെ മകൻ ഗൾഫിലായിരുന്നു. അപ്പോൾ അവിടെ നാട്ടുസൂക്കായിട്ട് വന്നിട്ട് അപ്പനോട് കൊച്ചാപ്പനോട് വിളിച്ചു പറഞ്ഞു. എൻ്റെ അപ്പൻ്റെ അനിയനെ വിളിക്കുന്ന കൊച്ചാപ്പനെന്ന് വിളിച്ചു പറഞ്ഞ് ഇങ്ങനെ വന്ന് കൊച്ചാപ്പൻ വന്നിട്ട് മുണ്ടമ്പേലി പള്ളിയിൽ പ്രാർത്ഥിച്ച് 3 മണിക്കൂർ നേരം പ്രാർത്ഥിച്ച്. അപ്പോഴത്തേക്ക് അവിടെ ഗൾഫിൽ
വാതിലോട്ട് പൊട്ടിക്കഴിഞ്ഞ് ദയ്യർത്ത് അവിടെ നിന്ന് പോകാൻ വന്നേക്കണം. അപ്പോൾ എനിക്ക് യാതൊരു സുഖമായി, എനിക്ക് യാതൊരു അസുഖമില്ല. അങ്ങനെ എവിടെ എന്ത് കാര്യം വന്നാലും പുണ്യാളൻ അവിടെ എത്തും. ഇവിടെ വീട്ടിലും വന്നെത്തിയിട്ട് ഞങ്ങള് പള്ളിയുടെ മുറ്റത്ത് തന്നെ ഞങ്ങളുടെ സ്കൂള്, ഞങ്ങളെല്ലാവരും 10ാം ക്ലാസ് വരെയും പഠിച്ച അവിടെയാണ്. അപ്പോൾ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ 4ാം ക്ലാസ് വരെയൊക്കെ പഠിക്കുമ്പോൾ LP സ്കൂളിലായിരുന്നു. അപ്പോൾ പള്ളിമുറ്റത്തേക്ക് ഇങ്ങനെ ഒന്ന് പ്രാന്തായിട്ടുള്ള കുറേ ആൾക്കാർ വരും വയനാട് ജില്ലയിൽ നിന്ന്. ഇങ്ങനെ മുടി ഇങ്ങനെ ആടും. നമ്മുടെ ഈ പുണ്യാളിനെ കാണാൻ നേരത്ത് ഇങ്ങനെ വാത ഒഴി എന്നൊരു സംഭവമുണ്ട്. അപ്പോൾ ചെറുപ്പത്തിൽ ഇത് കാണുമ്പോൾ പേര് വരും നമുക്ക്. ഓരോരുത്തർ വന്നിട്ട് ഇങ്ങനെ പള്ളിക്ക് ചുറ്റും കയറി ഇങ്ങനെ ഓടും. ഒരു കുഴപ്പമില്ലാതെ നടന്നു പോകും. ഒരുപാട് വർഷമായിട്ട് പ്രാന്തായിട്ടുള്ള ആൾക്കാരൊക്കെ. മുണ്ടമ്പേലി ഇടവകയില് ഏത് വീട്ടിൽ ചെന്ന് ചോദിച്ചാലും പുണ്യാളന്റെ അത്ഭുതം പറയാത്ത അവരാരും ഉണ്ടാവില്ല. എല്ലാവർക്കും പുണ്യാളൻ അത്ഭുതം നടത്തിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ തറവാട് വീട്, അമ്മച്ചിയുടെയൊക്കെ തറവാട്, തറവാട്ടിൽ ഒരുപാട് മിറ്റം ഉണ്ടായിരുന്നു. അപ്പൊ അത് നമ്മള് വൈകുന്നേരം ആകുമ്പോ മിറ്റം അടിച്ചിടും. മിറ്റം അടിച്ചിടുന്ന പറഞ്ഞെങ്കിൽ ഭയങ്കര ഒരുപാടുണ്ട്. കടപ്പുറം മണ്ണ് പോലെയായിരുന്നു കിടന്നത്. അടിച്ചിട്ട് കഴിയുമ്പോ വെളുപ്പിനെ ഉറങ്ങാൻ നേരത്ത് കുളമ്പ് അടി ശബ്ദം, പുണ്യാളിന്റെ കുതിരയുടെ കുളമ്പിന്റെ ശബ്ദം കേൾക്കാന്ന്, മണിയടി ശബ്ദം. അത് ഈ മിറ്റം അടിച്ചേക്കണ അവിടെ കുളമ്പ് ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഈ പായ ഓലമടിച്ചിലൊക്കെ വരും. അപ്പം ഓലമടിഞ്ഞിട്ട് ഇങ്ങനെ നിരത്തി അങ്ങോട്ട് ഇട്ട് പൊടിയായിരിക്കും. അപ്പം പിറ്റേ ദിവസം അവർ വീട്ടിലേക്ക് പോയി. രാത്രി ആകുമ്പോഴാണ് പുണ്യാളം വരുന്നത്. പടിഞ്ഞാററ്റം വരെ പുണ്യാളിൻ്റെ കുളമ്പ് ആ പായൻ്റെ ഈ ഓലയുടെ പുറത്തുണ്ടാവും, ഓലമടിച്ചിട്ട്. പിന്നെ അന്വേഷിച്ച് വരുമ്പോഴാണ് നമ്മുടെ വീടിന്റെ ഒരു 6-7 വീടിന്റെ അപ്പുറത്ത് ആരെങ്കിലും നാട്ടുസൂഖ്യരുണ്ടാവും. അപ്പൊ അത് മാറിയെന്ന് പറഞ്ഞേക്കാണ്. പുണ്യാളം പോയി മാറ്റണം തന്നെയാണ് ഐതിഹ്യം. ഇതൊക്കെ പറയുമ്പോ ഭയങ്കര കെട്ടുകഥകളാണെന്നൊക്കെ പറയും. അപ്പൊ ഭയങ്കര വിശ്വാസമാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ. ഇപ്പൊ നമ്മ തെക്കേറ്റത്ത് പുണ്യാളം വരികയാണെങ്കിൽ വെട്ടം കാണുകയാണെങ്കിൽ 1/2 മീറ്റർ അകലെത്താൻ പിന്നത്തെ വെട്ടം കാണാം. അത്ര സ്പീഡിനാണ് പുണ്യാളം പോണത്. നിങ്ങൾ എവിടെയുണ്ടെങ്കിലും മുണ്ടമ്മേലെ സന്ധ്യ പുണ്യാളിനെ വന്ന് കാണുക, പ്രാർത്ഥിച്ചാൽ അത് വലിക്കുകയും ചെയ്യും. സന്ധ്യ പുണ്യാളം എന്ന് പറഞ്ഞാൽ സന്ധ്യ പുണ്യാളം എന്ന് പറയും. ഞങ്ങൾക്ക് ക്രിസ്മസ് അല്ല, ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ പുണ്യാന്റെ പെരുന്നാളാണ് ആഘോഷം. ചെറുതായിട്ട് ആഘോഷിക്കുള്ളൂ. സന്ധ്യ പുണ്യാളിന്റെ കൂട് അടച്ചിട്ടിട്ട് അത് സ്വപ്നം കാണിച്ച് അത് അടക്കാൻ പാടില്ല, എനിക്ക് രാത്രി എൻ്റെ ഇതെല്ലാം കാണാൻ പോകേണ്ടതാണ്, അസുഖമുള്ള ആൾക്കാരൊക്കെ കാണാൻ പോകേണ്ടതാണെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ കപ്പേരിനെ സ്വപ്നം കാണിപ്പിച്ചു. അന്നത്തെ കപ്പേരിനെ സ്വപ്നം കാണിപ്പിച്ചു. പിന്നെ കൂട് അടച്ചിട്ടിട്ടില്ല, ലോക്ക് ചെയ്തിട്ടില്ല. ഒരിക്കലും എന്തോ എങ്ങാണ്ടും ബാധ കൂടിയ ഒരു മനുഷ്യരുണ്ടായി. അപ്പോൾ എന്തോ ഉണ്ട് പുണ്യാളിനെ അവിടെ ചെന്ന്, ഞങ്ങളുടെ കുഞ്ചി എളുപ്പമാണ്. പുണ്യാളിൻ്റെ വാളിയിൽ ചോര ഉണ്ടായി. അന്നത്തെ ഉണ്ടായ അവർക്കിടെ കൂടിയ പിശാചന പുണ്യാളെ വെട്ടി അതിൻ്റെ ചോരക്കറ കാണാറുണ്ട്. ഞങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഞങ്ങൾ കുഞ്ഞിലാണ്, 1ൽ പഠിക്കട്ടാണ്. അങ്ങനത്തെ ഒരു അതിശയം കൂടി നടന്നിട്ടുണ്ട്. ഞാൻ പഠിച്ചേക്കണ 5 പാസ്സായപ്പോൾ നിർത്തി. ഇത്രയും കേൾക്കുമ്പോ നിങ്ങൾ കേൾക്കൂല. പുണ്യാളിന്റെ കാര്യം പറഞ്ഞാല് നമുക്ക് പറഞ്ഞാൽ തീരൂല, അത്ര ഉണ്ട്. ഓരോ ദിവസത്തെ നമ്മ കേട്ടറിവും നമുക്ക് അനുഭവിച്ചറിവും കണ്ടറിവും എല്ലാം നമുക്കുണ്ട്. അത് കാരണം പുണ്യാളിന്റെ ഇതൊന്നും പോരാ. ഈ ഞങ്ങൾ സംസാരിച്ചൊന്നും പോരാ. ഈ റോഡ് അന്ന് ഈ റോഡല്ല. പെരുന്നാള് കയറണ സമയമുണ്ട്, ഒരു 7 മണി 7:30 ടൈമിൽ രാത്രി. ആ സമയത്ത് ഞങ്ങളുടെ പള്ളിമുറ്റവും റോഡും എല്ലാം നിറഞ്ഞിങ്ങനെ ആൾക്കാർ ഒരു മണ്ണെടുത്തിട്ട് മേലേക്ക് താഴെ വീഴില്ല. ഉണ്ടമ്പൽ പള്ളിക്കെന്ന് പറഞ്ഞാൽ വലിയ മുറ്റമാണ്, നല്ല ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. ആ മുറ്റം നിറഞ്ഞ് നമുക്ക് നിൽക്കാൻ പറ്റാത്തത്ര. ഞങ്ങളുടെ ഐതിഹ്യം പറഞ്ഞാൽ ഈ പൊരിയറിയലാണ്. എല്ലാവരും പൊരിയറി. അപ്പൊ പൊരിക്ക് ഭയങ്കര ചിലവാണ്. അപ്പൊ അങ്ങനെയൊക്കെ ചിക്കൻ ബോക്സ് അങ്ങനെ ഇതെല്ലാം മാറാൻ ചിക്കൻ ബോക്സ് നമ്മുടെ ശരീരത്തിലുള്ള ഇങ്ങനെ കുറെ തൊലിപ്പുറത്തുള്ള അസുഖങ്ങളില്ലേ, അതെല്ലാം മാറാനായിട്ടാണ് ആൾക്കാർ ഇത് നേർച്ചേർന്നത്. നേർച്ചേർന്നാൽ അച്ചട്ടാണ്, അത് മാറിയിരിക്കും. നമ്മുടെ അനുഭവം തന്നെ നമുക്ക് പറയാലോ. ഇടവകയിലെ പുണ്യാളന്മാർക്കും അതിശയങ്ങളുണ്ട്. ഇപ്പം ഞങ്ങളുടെ പുണ്യാളനെ പറയുമ്പോൾ മുണ്ടമ്പേര് ഞങ്ങളും അത്. പക്ഷേ ഇത് പ്രത്യേകതയുണ്ട്. എത്ര ദൂരം ജോലിക്ക് പോയതിനൊക്കെ ആൾക്കാരും അന്നത്തെ ദിവസം ഇവിടെ വരും. മുണ്ടമ്പേര് വന്ന് പുണ്യാളെ നേർച്ചിട്ടിട്ടേ പോകുള്ളൂ. അപ്പോൾ ഇനി ഒരുപാട് നമുക്ക് ലെങ്ത് ആക്കുന്നില്ല വീഡിയോ. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. അപ്പോൾ ഈ ഒരുപാട് ലെങ്ത് ആക്കുന്നില്ല. അപ്പോൾ നമ്മൾ പായയുടെ കാര്യം പറഞ്ഞാൽ തുടങ്ങിയത്. അപ്പോൾ നിങ്ങളുടെ ഒരുപാട് ആൾക്കാർ ഈ പായ കാണുമ്പോൾ പഴയകാല ഓർമ്മകളിലായിട്ടൊക്കെ പോയിട്ടുണ്ടാകും. നമ്മളെല്ലാവരും പായയിൽ ജനിച്ചു തുടങ്ങുന്ന ആൾക്കാരാണ്. അപ്പോൾ പായയുടെ കഥകളും പായയുടെ
എന്താണ് വില എന്നൊക്കെ ഉള്ളതെന്നൊന്ന് കമന്റ് ചെയ്താൽ കൊള്ളാം. പിന്നെ നിങ്ങളുടെയും വായനെ കുറിച്ചും മുറത്തിനെ കുറിച്ചൊക്കെ പറയാനുണ്ടാവും. അപ്പൊ അതും നിങ്ങൾക്ക് പറയും. അന്നത്തെ കാലത്ത് ബെഡില്ല. ഈ പായ വേണം 5-6 പായ അല്ല 10 പായൊക്കെ കട്ടിലെ വിരിച്ചിടണത്. ഇന്നത്തെ കാലത്ത് പായയുടെ ആവശ്യമില്ല. പായ വിരുന്നാരിക്ക് വരുമ്പോ കിടക്കാനാണ് 10-12 പായൊക്കെ ഉച്ചൂത്തി പോയിട്ടുണ്ട്. വിരുന്നാര് ചിക്കുവായ ഒടിഞ്ഞോ എന്ന് പറഞ്ഞ് പൊടി കഷ്ണങ്ങളായി പോകും. അത്ര വർഷം സൂക്ഷിക്കും. ഞാനും കൂടി മറന്നൊക്കെ പോവാൻ പായ വെച്ചിട്ട് പായ അന്വേഷിച്ച് കിടക്കും. വിരുന്നാരം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കസേരയിലിട്ട് കൊടുക്കണം, പായ ഇട്ട് കൊടുക്കണം, അവിടെ ഇരിക്കാൻ പറയും. അപ്പൊ പായയുടെ കഥകൾ നമുക്ക് നിർത്താം. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്ക് മടുപ്പാടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ.